സർ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സർ പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ അത്ര റെയർ അല്ലല്ലേ? പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. അതൊരു 1 in 100 ഒക്കെയാണ് ഉള്ളത്. സ്ത്രീകളിലുള്ള പോലെ അത്ര കോമൺ അല്ല, ബട്ട് ഇറ്റ് ഈസ് ദെയർ. പക്ഷേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും സെയിം തന്നെയാണ്, ലേഡീസിനുള്ള പോലെ തന്നെയാണ്. അത് കണ്ടുപിടിച്ച് അത് മുഴയായിട്ട് തന്നെയാണ് വരുന്നത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കതിന് സർജറി വേണ്ടി വരും. ഒരുപാട് ആൾക്കാർക്ക് കീമോതെറാപ്പി, റേഡിയേഷൻ മിക്കവാറും വേണ്ടി വരും. പക്ഷേ ഇറ്റ്സ് 100% ക്യൂറബിൾ ആണ്. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. പക്ഷേ ഇറ്റ് ഈസ് ദെയർ. പുരുഷന്മാരിലും സ്ത്രീകളിലുള്ള പോലെ തന്നെ ഉണ്ട്. അത് നമ്മുടെ ഈ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, അതായത് അമ്മ സൈഡിലുള്ള അമ്മയുടെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അമ്മയുടെ അമ്മ അങ്ങനെയൊക്കെ ഉള്ളവർക്കുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലല്ലേ? അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. കാരണം ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് അമ്മ, പിന്നെ സിസ്റ്റേഴ്സ്, ബ്രദർ, ഫാദർ, ഇതാണ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്. അവർക്ക് സാധാരണ ഉള്ളതിനേക്കാളും ക്യാൻസർ വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അതിൽ 1-2 ജനറ്റിക് ടെസ്റ്റ് ഉണ്ട്. BRCA1, BRCA2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പോൾ BRCA1ഉം 2 ഒക്കെ പോസിറ്റീവ് ആണെങ്കിൽ മോർ ദാൻ 50% പോസിബിലിറ്റി ക്യാൻസർ വരാനുള്ള സാധ്യത ആ ഫാമിലിയിലുണ്ട്, അവർക്കുണ്ട് ആക്ച്വലി. പക്ഷേ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരണമെന്നില്ല. എന്ത് വന്നാലും സാധാരണക്കാരെക്കാളും ഒരു 40% മേളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണത്. സാർ, ഈ ഭക്ഷണ രീതി അഥവാ ഡയറ്റിംഗ് കൊണ്ട് മാത്രം ഒരു പരിധിവരെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സാധിക്കും? ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഭക്ഷണരീതിയും പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം ഈ കൊഴുപ്പ് കൂടിയ ഭക്ഷണം കഴിക്കുന്നവർ, ഫ്രൂട്ട്സിൻ്റെ അളവ് കുറയണവർ, എക്സസൈസ് കുറവുള്ളവർക്ക്, അവരിലെല്ലാം സാധാരണ ആൾക്കാരെക്കാളും ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുന്തോറും ഇതിൻ്റെ ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാളും കുറച്ചും കൂടുതലായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഭക്ഷണരീതി കൊണ്ട് മാത്രം അല്ല ക്യാൻസർ വരുന്നത്. ജനറ്റിക് ഘടകങ്ങളുണ്ട്, ഫാമിലി ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ഫാമിലി മെമ്പേഴ്സിനുള്ളവർക്ക് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അങ്ങനെ കാണുന്നത്. സാർ, ഈ ബ്രസ്റ്റ് ക്യാൻസർ തന്നെ പലതരത്തിലുണ്ടല്ലോ. അതായത് പ്രോഗ്നോസിസ് ബെറ്റർ ആയത്, വേഴ്സ് ആയത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ സാർ? നമ്മളിപ്പം ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ബയോപ്സി എടുക്കും. ബയോപ്സി എടുക്കുമ്പം ഏത് ടൈപ്പ് ക്യാൻസർ ആണെന്ന് നമ്മൾ ആദ്യം നോക്കും. അതനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റെല്ലാം ഡിസിഷൻ എടുക്കുന്നത്. ചില ക്യാൻസർ വളരെ അഗ്രസീവാണ്. കാരണം ബയോളജിക്കലി ഇപ്പോൾ ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറയും. ഇപ്പോൾ ഹോർമോൺ നെഗറ്റീവ്, പിന്നെ HER2 നെഗറ്റീവ്, അതൊക്കെ ട്രിപ്പിൾ നെഗറ്റീവ്. അതിലൊക്കെ ഈ ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസ് കുറവും അഗ്രസീവ് നേച്ചറായിട്ടാണ് അത് കാണുന്നത്. അപ്പം പിന്നെ ചിലപ്പോൾ ലോബുലാർ കാർസിനോമ ആണെങ്കിൽ വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ അതിനുള്ള കീമോതെറാപ്പി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ തന്നെ പല രീതിയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ 2-3 പേഷ്യൻസ് നമുക്ക് ഒരുമിച്ച് വരികയാണെങ്കിൽ 3 പേർക്കും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ആയിരിക്കും. അതനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്. പല ടൈപ്പ് ക്യാൻസർ ഉണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ നോട്ട് എ സിംഗിൾ എൻറ്റിറ്റി, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ട്. സാർ, ഈ കീമോതെറാപ്പി പേഷ്യൻസിൻ്റെ വലിയൊരു പ്രശ്നമാണല്ലോ മുടികൊഴിച്ചിൽ. അത് എല്ലാവർക്കും ഉണ്ടാവാറുണ്ടോ? എല്ലാ കീമോതെറാപ്പിക്കും മുടി കൊഴിയില്ല. പക്ഷേ ഈ ബ്രസ്റ്റ് ക്യാൻസറിന് വരുന്ന ചില കീമോ ഉണ്ട്, ഇപ്പോൾ എഡ്രിയമൈസിൻ, സൈക്ലോഫോസ്ഫിൻ, അതെല്ലാം മുടി കൊഴിയും. പക്ഷേ മുടി കൊഴിയുന്നത് സ്ലോ ആയിട്ട് കൊഴിയും. ഇറ്റ്സ് എ ടെമ്പററി ഫിനോമിന. നമ്മളിപ്പം കീമോതെറാപ്പി നമ്മൾ ഫുൾ എടുക്കില്ലല്ലോ. ഒരു 4 കോഴ്സ്, ചിലർക്ക് 6 കോഴ്സ്, ചിലർക്ക് 8 കോഴ്സ്. ആ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മുതൽ മുടി വരും. മുടി വരണത് പൂർവാധികം പഴയ മുടി തന്നെ, അതേ ഷേപ്പിന് തന്നെ വരും. പക്ഷേ മുടി കൊഴിച്ചിൽ ഇല്ലെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. മിക്കവാറും എല്ലാ കീമോയ്ക്കും വേണമെന്നില്ല. പക്ഷേ ബ്രസ്റ്റ് ക്യാൻസറിന് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് അഗ്രസീവ് കീമോ കൊടുക്കുമ്പോൾ മുടി പോവും. പക്ഷേ മുടി അതുപോലെ തന്നെ തിരിച്ചു വരും. അപ്പോൾ അതിന് നമ്മളൊരു വലിയ ഭയപ്പാടോടുകൂടി കാണേണ്ട കാര്യമില്ല. അങ്ങനെയാണ്. സാർ, ഈ ഹോർമോൺ തെറാപ്പി ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഒരു കോമൺ ആയിട്ടുണ്ട്. അതിന് നല്ല പ്രയോജനമാണോ? അത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ബ്രസ്റ്റ് ക്യാൻസർ കണ്ട ഉടനെ നമ്മൾ ആദ്യം എൻ്റെ ബയോപ്സി എടുക്കും. ബയോപ്സി എടുത്തതിൽ ഒരു 40% പേഷ്യൻസിന് ഹോർമോൺസ് പോസിറ്റീവ് ആയിരിക്കും. അത് ER എന്ന് പറഞ്ഞ ഹോർമോണ്, PR എന്ന് പറഞ്ഞ ഹോർമോൺ പോസിറ്റീവ് ആയിരിക്കും. ആ പേഷ്യൻസിനാണ് നമ്മൾ ഹോർമോൺ തെറാപ്പി കൊടുക്കുന്നത്. ചെറുപ്പക്കാർക്കൊക്കെ നമ്മൾ ടമോക്സിഫൻ എന്ന് പറഞ്ഞിട്ട് അത് പ്രീ മെനപ്പോസൽ പേഷ്യൻസിന് ഒരു ഹോർമോൺ കൊടുക്കും. അതിന് കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ എപ്പോഴും ഒരു മോണിറ്ററിങ്ങോടുകൂടിയാണ് നമ്മൾ ഹോർമോൺ കൊടുക്കുന്നത്. അതേസമയം പോസ്റ്റ് മെനപ്പോസൽ പേഷ്യൻസ്, പീരീഡ്സ് കഴിഞ്ഞ പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നത് ലെട്രസോൾ, എനസ്ട്രസോൾ, അങ്ങനെയെല്ലാം ഉള്ള ഹോർമോൺസ് കൊടുക്കുന്നത്. അത് ഹോർമോൺ റിസപ്റ്റർ പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിന് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. എല്ലാവർക്കും വേണമെന്നില്ല. അത് പക്ഷേ ഡോക്ടേഴ്സിൻ്റെ മോണിറ്റർ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. കാരണം അതിന്
വലിയ സൈഡ് എഫക്ട്സ് ഇല്ല. ഇപ്പം ലെട്രസോൾ, അനസ്ട്രസോളിൻ്റെ കുറച്ച് ബോണിൽ കുറച്ച് ഡീമിനലൈസേഷൻ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രിക്കോഷൻസും കൂടെ നമ്മൾ എടുത്തിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഹോർമോൺ വേണ്ട. പക്ഷേ ഹോർമോണിന് പിന്നെ കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട്സ് വരുത്തില്ല. 5 വർഷം ചിലർക്ക് വേണ്ടി വരും. അപ്പോൾ റെസ്പോൺസ് ഉണ്ട്, വേറെ പ്രോബ്ലം ഇല്ലെങ്കിൽ ചിലർക്ക് 10 ഇയേഴ്സ് വരെ നമ്മൾ ഹോർമോൺസ് കൊടുക്കും. അത് ഇതിൻ്റെ പാർട്ട് ഓഫ് ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ആണത്. പിന്നീട് ബാക്കി ഭാഗത്ത് വരാതിരിക്കാനും ബോണിലോ വേറെ സ്പ്രെഡ് ചെയ്യാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ ഹോർമോൺ കൊടുക്കുന്നത്.